ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുവിധം വെജിറ്റേറിയൻസിനും അല്ലാത്തവർക്കും ഒരുപോലെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷായിരിക്കും പനീർ ബട്ടർ മസാല അല്ലേ? വെജ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ കൂടുതൽ പേരും വാങ്ങിക്കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത്. ഇന്ന് ഞാൻ നമ്മുടെ ചാനലിലെ ആദ്യത്തെ പനീർ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബട്ടർ ചിക്കൻ്റെ ഗ്രേവിയുടെ അതേ ടേസ്റ്റിൽ, എന്നാൽ അതിനേക്കാൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് വീട്ടിലുണ്ടാക്കാം. ബട്ടർ ചിക്കൻ്റെയും അതിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനായ ഈസ്റ്റ് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന വെള്ളപ്പത്തിൻ്റെയും റെസിപ്പി നമ്മൾ ചാനൽ തുടങ്ങിയ ആ ഒരു സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണണം എന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഇതുപോലുള്ള നല്ല ക്രീമി ആയിട്ടുള്ള കറികളുടെ കൂടെ വെള്ളപ്പം കിഡിലൻ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാമല്ലേ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാൾ സൂപ്പർ ടേസ്റ്റിൽ പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. അതിന് മുന്നേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ഇവിടെ ഞാൻ 500 ഗ്രാം ഫ്രോസൺ പനീർ ക്യൂബ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. പനീർ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് ഇളം ചൂടുവെള്ളം ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നമുക്ക് ഏകദേശം അരമണിക്കൂർ, അതായത് മസാലയൊക്കെ റെഡിയാവുന്ന സമയം വരെ വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇങ്ങനെ ചെയ്താൽ പനീർ നല്ല സോഫ്റ്റായി കിട്ടും. അടുത്തതായി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ പകുതി ബട്ടർ പകുതി ഓയിൽ അങ്ങനെയും ചേർക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. അറിയാത്തവർക്കായി, അതുപോലെ തന്നെ കുക്കിങ്ങിൽ ബിഗിനേഴ്സിനൊക്കെ വേണ്ടി പറയുകയാണ്, നല്ല ജീരകം എന്ന് പറഞ്ഞാൽ ചെറിയ ജീരകമാണ് കേട്ടോ. നമ്മളിതുപോലെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഡിഷസും വെജ് കറികളും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതലായിട്ട് നല്ല ജീരകം ചേർക്കാറുള്ളത്. നല്ല നാടൻ നോൺ വെജ് കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ മിക്കവാറും ചേർക്കാറുള്ളത് പെരുംജീരകം, അതായത് വലിയ ജീരകമാണ്. ജീരകം നന്നായി മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചിയും 10 വെളുത്തുള്ളിയും അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസൊക്കെ വെറുതെ ഒന്ന് അരിഞ്ഞിട്ടാൽ മാത്രം മതി, കാരണം നമുക്ക് മസാല ആക്കിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഒന്നും നൈസായി അരിയുക അല്ലെങ്കിൽ ചതച്ചെടുക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ റോസ്മെല്ല് മാറിയാൽ ഇതിലേക്ക് 3 മീഡിയം സൈസിലുള്ള സബോള ചേർത്തെടുക്കാം. കുക്കിംഗ് പ്രോസസ്സൊക്കെ ഏകദേശം ബട്ടർ ചിക്കൻ്റെ സെയിം ആണ്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബട്ടർ ചിക്കനേക്കാളും കുറച്ചുകൂടി ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്യുന്ന പോലെ പനീർ അങ്ങനെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സബോള ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ തന്നെ നമുക്കിതിലേക്ക് എരിവിനനുസരിച്ച് പച്ചമുളകും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാൻ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. ഇതിന് എരിവ് കുറവായത് കൊണ്ട് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ഞാൻ 6 ചേർത്തിട്ടുണ്ട് കേട്ടോ. പൊടികളെല്ലാം മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് 2 തക്കാളി അരിഞ്ഞ് ചേർക്കാം. ഒപ്പം തന്നെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി നല്ലോണം വെന്തുടയുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റാം. നിങ്ങൾക്ക് പെട്ടെന്ന് തക്കാളി വെന്ത് കിട്ടാൻ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് 2-3 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഇതാ തക്കാളി ഇവിടെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇത് നന്നായി ചൂട് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഒരു കൈപ്പിടി നിറച്ച അണ്ടിപ്പരിപ്പ് കൂടെ നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് അരയ്ക്കാം. ഈ അരച്ചത് നമുക്ക് അതേ പാനിൽ തന്നെ ചേർത്ത് ഫ്ലെയിം ഓൺ ആക്കാം. 1 കപ്പ് വെള്ളം മിക്സിയിൽ ഒഴിച്ച് ഒന്ന് കുലുക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഗ്രേവിക്ക് ഇത്ര കട്ടി വേണ്ട എന്നുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളം വരെ ചേർക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ തിക്ക് ക്രീമും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കസൂരി മെത്തിയാണ്. ഇത് 2-2.5 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കാം. കൈകൊണ്ട് ഇതുപോലെ നന്നായി ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇതും നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം വെള്ളം വാർത്ത് വെച്ച പനീർ ചേർക്കാം.
പനീർ വെള്ളത്തിൽ സോക്ക് ചെയ്തത് കൊണ്ട് നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് മെല്ലെ പൊടിയാതെ ഇളക്കി കൊടുക്കുക. കറി നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ടേസ്റ്റ് എല്ലാം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞും ചേർത്ത് കൊടുക്കാം. ഇതിന് 2 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. എത്ര തിളപ്പിച്ചാലും നിങ്ങൾക്കറിയാലോ പനീറിൽ നിന്ന് അങ്ങനെ കാര്യമായിട്ടുള്ള ഫ്ലേവർ ഗ്രേവിയിൽ പിടിക്കാനൊന്നുമില്ല. പിന്നെ ആ ഗ്രേവി ഒന്ന് പനീറിൽ കോട്ടാവാൻ വേണ്ടി തിളപ്പിക്കാമെന്ന് മാത്രം. എന്നാൽ ഈ തിക്ക് ക്രീമി കൺസിസ്റ്റൻസിയിലുള്ള ഗ്രേവിയുടെ കൂടെ പനീർ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. കൂടുതലായി കറി തിളപ്പിക്കുകയും കയ്യിലിട്ട് ഇളക്കുകയൊക്കെ ചെയ്താൽ പനീർ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതിലേക്ക് ചെറിയ കഷ്ണം കൂടെ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇളക്കാതെ വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് ബട്ടർ നന്നായി ഒന്ന് മെൽറ്റായി വന്നാൽ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാം. നിങ്ങൾക്കറിയാലോ പനീറിൽ ഒരുപാട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഡയറി പ്രോഡക്ട്സ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും. കുറച്ച് റിച്ച് ആയിട്ടുള്ള കറി ആയതുകൊണ്ട് വലിയവർക്ക് അത്ര ഹെൽത്തി അല്ല, പ്രത്യേകിച്ച് കൊളസ്ട്രോളും മറ്റ് അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക്. എന്നാലും വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാൻ മടി കാണിക്കരുതേ. റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയാൽ ഫീഡ്ബാക്ക് കമൻ്റായി തന്നെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലെ ഈസിയും ടേസ്റ്റി വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.